ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ 2025 ജനുവരി 21 ചൊവ്വാഴ്ച പകൽ 10:06 കർക്കിടകം രാശിയിൽ നിന്നും തിരികെ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 ഏപ്രിൽ 3 വരെ ചൊവ്വ മിഥുനം രാശിയിൽ തുടരുന്നതാണ്. സ്വന്തം ഭ്രമണപഥത്തിലുള്ള ഭൂമിയുടെ സഞ്ചാരം കൊണ്ട് ഗ്രഹങ്ങൾക്ക് സ്തംഭനാവസ്ഥയോ പിന്നോട്ട് അവ സഞ്ചരിക്കുന്നതായോ ഉള്ള തോന്നലോ ആണ് ഈ വക്രഗതി എന്ന പ്രതിഭാസം. സൂര്യനും ചന്ദ്രനും ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും വക്രഗതി ഉണ്ടാകാറുണ്ട്. തമോ ഗ്രഹങ്ങളായ രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ഒരു ഗ്രഹം വക്രഗതിയിലാകുന്നത് അത് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 5, 6, 7, 8, 9 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ്. ജാതകത്തിൽ ഒരു ഗ്രഹം വക്രഗതിയിലാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ വക്രഗതി കാലത്ത് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കും. അവർക്ക് തുടങ്ങിവെച്ച കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഈ വക്രഗതിക്ക് ശേഷം അതിശക്തമായി മിന്നിത്തിളങ്ങുവാൻ കഴിയും. വ്യാഴം ഒഴികെ മറ്റ് എല്ലാ ഗ്രഹങ്ങളും വക്രഗതിയിലാകുമ്പോൾ എവിടെ നിന്നാണോ വക്രഗതിയിൽ ആയത് ആ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക. വ്യാഴത്തിന് മാത്രം ഏതു രാശിയിലേക്കാണോ വക്രഗതി പ്രാപിച്ചത് ആ രാശിയുടെ ഫലമാണ് അനുഭവത്തിൽ വരുന്നത്. ചൊവ്വ കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പുറകോട്ട് മാറിയെങ്കിലും കർക്കിടകം രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. വക്രഗതിയിൽ ഗ്രഹങ്ങൾക്ക് ബലം വർദ്ധിക്കുന്നതിനാൽ ദോഷമാണെങ്കിൽ കൂടുതൽ ദോഷാനുഭവങ്ങളും ഗുണമാണെങ്കിൽ ഗുണാനുഭവങ്ങളിൽ വർധനവും ഉണ്ടാകും. മിഥുനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിലായി ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്കും എന്തെല്ലാം അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് മേടം രാശിയുടെ അധിപനായ ചൊവ്വ വക്രഗതിയിൽ 3-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കർമ്മമേഖല സമുജ്വലമാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. പ്രൊഫഷണലുകൾക്ക് കൂടുതൽ സമ്പാദിക്കുന്ന സാഹചര്യം ഒരുങ്ങും. ഗാർഹിക രംഗം ഐശ്വര്യപൂർണ്ണമാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് തെളിയിക്കും. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കും. തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കും. ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും. ആജ്ഞാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കുന്നതാണ്. ദുർഘട പ്രശ്നങ്ങളുടെ കുരുക്കഴിച്ച് മുന്നേറുവാൻ കഴിയും. സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പിന്തുണ നേടാനാവുന്നതാണ്. ഗവേഷണ രംഗത്തെ നൈപുണ്യം പ്രശംസിക്കപ്പെടും. ഭാവിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നിന്ന് ലാഭം വർദ്ധിക്കും. പൊതുപ്രവർത്തനത്തിലെ അജേയത തുടരും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. കാർത്തിക 3/4 ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലമായിരിക്കും ലഭിക്കുന്നത്. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട്. ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കില്ല. അനാവശ്യമായി തർക്കിക്കാനും താല്പര്യം കൂടും. വാക്കുകൾക്ക് ആവശ്യത്തിലധികം മൂർച്ചയുള്ളതായി അനുഭവപ്പെടും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ചെറിയ തോതിൽ പിന്നോട്ട് പോയേക്കും. പ്രണയത്തിൽ ഇച്ഛാഭംഗം സംഭവിക്കും. ദാമ്പത്യത്തിൽ അപശ്രുതികൾക്ക് സാധ്യതയുണ്ട്. ഉന്നതരുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാകും. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. വിലയേറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങും.
ഗൃഹനിർമ്മാണം ഒരുവിധം പൂർത്തിയാക്കുവാൻ കഴിയും. ഉദ്യോഗത്തിനായുള്ള പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും തിളങ്ങുവാൻ കഴിയും. തൊഴിലിൽ നിന്നുള്ള ധനവരവ് അല്പം മന്ദീഭവിക്കാം. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വരുമാനത്തിനായുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടിയേക്കും. മുതിർന്നവരുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും. വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ പുരോഗതി മെല്ലെയാകുന്നതാണ്. രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടം കൂടിയാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠകൾ ഉയരാം. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്നും മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ വേണ്ടതുണ്ട്. പണച്ചെലവ് ക്രമാതീതമായി ഉയരും. നിക്ഷേപങ്ങൾക്ക് ഉചിതമായ കാലമല്ല. എത്ര ഒഴിഞ്ഞാലും ചില വിവാദങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രതികരണം വൈകാരികമായിരിക്കും. പെട്ടെന്ന് ശോഭിക്കുന്ന പ്രവണത കൂടുതലായിരിക്കും. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും സമ്മർദ്ദം അനുഭവപ്പെടും. പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും. പല കാര്യങ്ങളിലും ആത്മവിശ്വാസം കുറയും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും പ്രതീക്ഷിച്ച വിധമുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല. പ്രണയികൾക്ക് അവസരം അനുകൂലമല്ല. ദാമ്പത്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല. യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും. തൊഴിൽ അന്വേഷകർക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ അതീവ ശ്രദ്ധ വേണം. സ്വാത്വിക ചിന്താഗതി വളർത്തുന്നതും ആത്മീയ സാധനങ്ങളിൽ മുഴുകുന്നതും ഗുണകരമായേക്കും. അനുരഞ്ജന ശ്രമങ്ങളിൽ വിജയം നേടും. വ്യാഴത്തിൻ്റെ പരിരക്ഷ ഇടവം രാശിക്കുണ്ടെന്നത് വേനലിലെ മഴ പോലെ ആശ്വാസകരമാണ്. പുണർന്നം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ആകസ്മികമായി ചിലവുകൾ വന്നുചേരും. സഹോദര ഗുണം കുറയും. ഭൂമി, വ്യവഹാരം എന്നിവയിൽ നിന്നുള്ള മനക്ലേശങ്ങളോ കഷ്ടനഷ്ടങ്ങളോ വരാം. ദീർഘദൂര യാത്രകൾ ചെയ്യാനിടയുണ്ട്. യാത്രാ ദുരിതമോ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമോ ഉദ്ദേശിച്ച നേട്ടങ്ങൾ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. അന്യദേശവാസത്തിനും യോഗമുണ്ട്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. വിവാഹകാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ദുർഘടങ്ങളെ മറികടക്കുന്നത് സാഹസികമായിരിക്കും. തൊഴിൽ രംഗത്ത് ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷിച്ച വിധത്തിലുള്ള അവസരങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായി വരും. ശത്രുക്കൾ അനുരഞ്ജനത്തിന് ഒരുങ്ങും. കിട്ടാക്കടം കിട്ടാനുള്ള സാഹചര്യം തെളിയും. സഹപ്രവർത്തകരുടെ പിന്തുണയാൽ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടാം. ആരോഗ്യപരമായി കരുതൽ വേണം. വാഹനം ഉപയോഗിക്കുന്നവർ കൂടുതൽ ജാഗരൂകരാകണം. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് പല നിലയ്ക്കും ഗുണപ്രദമായ സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. പലതരം ഭാഗ്യാനുഭവങ്ങൾ ആകും കൈവരിക്കുവാൻ കഴിയുക. കുറച്ചു കാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ലക്ഷ്യസ്ഥാനത്തിൽ വേഗം ചെന്നെത്തും. ഭൂമിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പദവികളിൽ ഉയർച്ചയുണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർ മത്സരങ്ങളിൽ വിജയിക്കും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും. കുടുംബാന്തരീക്ഷം ഐശ്വര്യപൂർണ്ണമാകും. തൊഴിൽ മേഖലയിൽ അംഗീകാരം വർദ്ധിക്കും. സംരംഭങ്ങളിൽ നിന്നും ആദായമുണ്ടാകും. പിതാവിൻ്റെ പദവിയിലും തൊഴിലിലും ഉയർച്ചയുണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. വസ്തു വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. സഹോദര സ്നേഹം വർദ്ധിക്കും. സ്ഥാനമാനങ്ങൾ തേടിവരും. ദേഹസുഖവും ഭോഗസുഖവും പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തുവ്യാപാരം ലാഭകരമാകും. ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് വ്യക്തിപരമായും കർമ്മപരമായും സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. അധ്വാനഭാരം വർദ്ധിക്കും.
അതിൻ്റെ മൂല്യം ആരും മനസ്സിലാക്കണമെന്നില്ല. ശാരീരിക ക്ലേശം കൂടിയും കുറഞ്ഞുമിരിക്കും. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. തൊഴിലില്ലാത്തവർക്ക് ചെറിയ അവസരങ്ങളെങ്കിലും ലഭിച്ചേക്കാം. ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും. സാഹസ കർമ്മങ്ങളിൽ നിന്നും പിന്തിരിയണം. പണച്ചെലവ് നിയന്ത്രിക്കേണ്ടി വരും. വീഴ്ച മൂലമോ അപകടം മൂലമോ മുറിവിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം. അപ്രസക്തമായ കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചെലവഴിക്കും. ചെറിയ നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരും. സന്താനങ്ങളിൽ നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കും. വസ്ത്രം, പാരിതോഷികം എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനസ്വാധീനം കുറയുന്നതായി തോന്നും. സ്വന്തം കാര്യം വിസ്മരിച്ചും അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കാലം അനുകൂലമല്ല. സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചവർക്ക് കാത്തിരിക്കേണ്ടി വരും. വീട് മാറ്റത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ജാഗ്രത വേണം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. ചിത്തിര അവസാന 2-ാം പകുതിയും ചോദ്യം വിശാഖം 3/4 ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് കോട്ടങ്ങളും നേട്ടങ്ങളും രാവും പകലും എന്നതുപോലെ കൂടിക്കലരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മുൻ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. സാമ്പത്തിക സ്ഥിതി ഗുരുതരമാവില്ല. ചില കടങ്ങൾ കൊടുത്തു തീർക്കുവാൻ കഴിയും. ചെറുകിട മേഖലകൾ ആദായകരമാകും. ദിവസ വേതനക്കാർക്ക് ശമ്പളം ഉയരും. കുടുംബജീവിതത്തിൽ ചെറിയ സന്തോഷങ്ങൾ വന്നുചേരും. വസ്തുക്കളുടെ ക്രയവിക്രയത്തിൽ ലാഭം ഉണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിച്ചേക്കും. ബിസിനസ് രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ കഴിയും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം. പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്തുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ആത്മീയ യാത്രകൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പുരോഗതി പതുക്കെയാകും. വിയർപ്പൊഴുക്കി നേടിയ വിജയത്തിന് തിളക്കം കുറയുന്നതായി തോന്നും. ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ തെറ്റുപറ്റാം. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വ വൃശ്ചികൻ രാശിയുടെ അധിപനാകയാൽ പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകും. വിജയത്തിന് മാന്ദ്യം വരാം. കയ്യെത്തും ദൂരത്ത് ചില ഭാഗ്യങ്ങൾ കൈവിട്ടു പോകും. വാക്കുകൾ കലഹത്തിനോ നിന്ദയ്ക്കോ ഇടവരുത്താം. കിടപ്പ് രോഗികൾക്കും ജീവിതശൈലി രോഗത്താൽ ക്ലേശിക്കുന്നവർക്കും കരുതൽ വേണം. ഗ്രഹനിർമ്മാണം ഇഴഞ്ഞു നീങ്ങും. സഹോദരങ്ങളുമായി സ്വത്ത് തർക്കം ഉണ്ടാകാം. ശത്രുക്കളുടെ ഭാഗത്തുനിന്നും ഭീഷണികൾ നേരിടേണ്ടി വരും. കടം വാങ്ങി കടം വീട്ടാനുള്ള ശ്രമം നടത്തുന്നതാണ്. ഭൂമി സംബന്ധിച്ച ചില തർക്കങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. വ്യവഹാരങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ കൃഷിയിലും കച്ചവടത്തിലും ലാഭമുണ്ടാകും. ചടുലമായ നീക്കങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കും. ഇൻഷുറൻസ് മുഖേന കിട്ടാനുള്ള പണം ലഭിക്കും. അകാരണമായ ഒരു ഭയം മനസ്സിനെ അലട്ടിയേക്കും. കർമ്മരംഗം ദുർഘടങ്ങൾ നിറഞ്ഞതാകും. വീഴ്ചയ്ക്കോ അപകടത്തിനോ സാധ്യതയുണ്ട്. മറ്റു ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഉള്ളതിനാൽ പ്രശ്നങ്ങളെ മറികടക്കുന്നതായിരിക്കും. വാഹനം, വൈദ്യുതി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് അവിവാഹിതരുടെ വിവാഹാലോചനകൾ നീണ്ടുപോകും. പ്രണയത്തിൽ ഇച്ഛാഭംഗം വന്നേക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. പണവരവ് കൂടുമെങ്കിലും ചെലവ് വർദ്ധിക്കും. ഭൗതിക സുഖം കുറയും. ദിനചര്യങ്ങളിൽ താളം തെറ്റും. കൂട്ടുകെട്ടുകൾ ദുർവാസനകളിലേക്ക് നയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ സംഭവിക്കണമെന്നില്ല. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിചാരിച്ചത്ര തിളങ്ങാനായേക്കില്ല. തൊഴിൽ രംഗത്ത് ആലസ്യം അനുഭവപ്പെടും. ബിസിനസ് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചേക്കും. വായ്പകൾ വേഗത്തിൽ ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ പുതിയ ചുമതലകളോ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്നും ചിലപ്പോൾ പിന്മാറിയേക്കും. മറ്റുള്ളവരെ ഉപദേശിക്കാൻ താല്പര്യം കൂടും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുമതികൾ വൈകും. പണം ഇടപാടുകളിൽ ജാഗ്രത വേണം.
ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ചൊവ്വയുടെ സഞ്ചാരം 6-ാമിടത്താണ്. അനുകൂല ഫലങ്ങൾക്കാവും മുൻതൂക്കം ലഭിക്കുക. ആത്മശക്തി വർദ്ധിക്കും. കർമ്മരംഗത്ത് വിജയിക്കുവാൻ കഴിയും. ധനവരവിൽ വർധനവുണ്ടാകും. പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാൻ കഴിയും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കും. ഭൂമി വാങ്ങുന്നതിന് അനുകൂല സമയമാണ്. പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ വേണ്ട സാഹചര്യം ഒരുങ്ങും. പുതിയ വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും. കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ധനം ലഭിച്ചേക്കും. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. കടബാധ്യതകൾ പരിഹരിക്കാൻ വഴി തെളിയുന്നതാണ്. കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി അനുകൂലമായ അന്തരീക്ഷമാണ്. നീണ്ടുപോയ വ്യവഹാരങ്ങൾക്ക് നല്ല പരിസമാപ്തി ഉണ്ടാകും. മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പല നിലയ്ക്കും ആശ്വാസം അനുഭവപ്പെടുന്ന കാലമാണ്. നീണ്ട കാലമായി പിരിഞ്ഞു പോയിരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണുവാനാകും. ആരോഗ്യ പരിശോധനകൾ ആശ്വാസം പകരും. കുടുംബത്തിൽ പുണ്യകർമ്മങ്ങൾ നടക്കും. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കാനാവും. അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് മനഃസ്ഥിന്തകളിൽ വ്യാപരിക്കും. അതേസമയം പ്രവൃത്തികളിൽ മാന്ദ്യം ഭവിക്കുകയും ചെയ്യും. നിർബന്ധ ബുദ്ധി മൂലം ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില മനഃപ്രയാസങ്ങളും വന്നുചേരും. സാമ്പത്തിക അച്ചടക്കം വേണ്ട സമയമാണ്. കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാൻ ഇടയുണ്ട്. വൃദ്ധജനങ്ങൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രവാസികൾക്ക് നാട്ടിലെത്താൻ തടസ്സങ്ങളുണ്ടാകും. സാങ്കേതിക കാര്യങ്ങളിൽ നല്ല ഉപദേശം ലഭിക്കും. ഉന്നതരുടെ സഹായം വലിയൊരു കൈത്താങ്ങാകും. സഹോദരങ്ങളുമായുള്ള അനൈക്യത്തിന് പരിഹാരം സിദ്ധിച്ചേക്കും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും. കള്ളക്കേസിൽ പെട്ടുപോയവർക്ക് മോചനം ലഭിക്കും. തടസ്സപ്പെട്ട സമ്പാദ്യങ്ങൾ അനുഭവയോഗ്യമാകും. സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സഹപ്രവർത്തകരുടെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതായി വരും. ധനവരവിൽ മാന്ദ്യം അനുഭവപ്പെടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. വൈദ്യസഹായം സംയോജിതമായി തന്നെ നേടാൻ മടി കാണിക്കരുത്. പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് ദേഹസുഖം കുറയാം. മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടും. ചില ഉറച്ച തീരുമാനം കൈകൊള്ളുവാൻ കഴിഞ്ഞേക്കും. വീടിന് അറ്റകുറ്റപ്പണി വേണ്ടിവരും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. നിസ്സാര കാരണങ്ങളാൽ സുഹൃത്തുക്കളുമായി പിണങ്ങിയേക്കും. തറവാട് ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണത്തിൽ മുഴുകാനാകും. തൊഴിൽ തേടുന്നവർക്ക് ശുഭവാർത്ത എത്താം. പ്രണയജീവിതത്തിലും ദാമ്പത്യത്തിലും അലോരസങ്ങൾ ഉയരാം. ധനപരമായി നേരിയ തോതിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒട്ടൊക്കെ പരിഹാരമാകും. പങ്കാളിത്തത്തോടെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ശ്രമം വിജയിക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നുചേരും. അതിരുതർക്കവും അയൽക്കാരുമായുള്ള വഴക്കുകളും ഉണ്ടായേക്കാം. വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥർക്ക് ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി ചേർന്ന് ദീർഘദൂര യാത്രയ്ക്ക് അവസരം ലഭിക്കും. അകാരണമായ ദേഷ്യവും ഭയവും മനസ്സിനെ അലട്ടിയേക്കും. ദുഷ്ടജന സംസർഗത്തിനും സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാതാവ് വഴിയുള്ള ബന്ധുക്കളുമായുള്ള സഹകരണം കുറയുന്നതായി തോന്നും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.